ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ് നടത്തിപ്പിൽ കൊച്ചി കോർപ്പറേഷൻ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സർവീസിന്റെ ചുമതല വാട്ടർ മെട്രോയ്ക്ക് കൈമാറി യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് KLCA കൊച്ചി രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ. സാങ്കേതിക തകരാറുകൾ മൂലം സർവീസ് മുടങ്ങുന്നത് യാത്രക്കാരെ വലിയ ദുരിതത്തിൽ ആക്കുന്നുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടന. റോറോ സർവീസ് നടത്തിപ്പിൽ നിന്നും കൊച്ചി കോർപ്പറേഷൻ പിന്മാറണമെന്നും നടത്തിപ്പിന്റെ ചുമതല കൊച്ചി വാട്ടർ മെട്രോയെ ഏൽപ്പിച്ച് യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും KLCA കൊച്ചി രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ പറഞ്ഞു. ദിനംപ്രതി 1000-ലേറെ വാഹനങ്ങളും അതിലേറെ യാത്രക്കാരും യാത്രയ്ക്കായി ആശ്രയിക്കുന്ന തിരക്കേറിയ യാത്രാമാർഗമാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ്. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ അടിക്കടി സർവീസ് മുടങ്ങുന്നത് മൂലവും കൃത്യമായ സർവീസ് നടക്കാത്തതിനാലും യാത്രക്കാർ മണിക്കൂറുകളാണ് കാത്തുകിടക്കേണ്ടി വരുന്നത്. തുടർച്ചയായി നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം കൊച്ചി കോർപ്പറേഷൻ അധികാരികളുടെ അനാസ്ഥ മൂലമാണെന്ന് KLCA കുറ്റപ്പെടുത്തി. ഈ ഗതാഗതം നടത്താൻ കെൽപ്പുള്ള, ഈ കടത്ത് വളരെ ഭംഗിയായി നടത്താൻ കെൽപ്പുള്ള കൊച്ചി മെട്രോയെ, കൊച്ചി ജലഗതാഗത വകുപ്പിന് കൊച്ചി മെട്രോ വാട്ടർ മെട്രോയെ ഈ സർവീസ് ഏൽപ്പിക്കണം. കൊച്ചി വാട്ടർ മെട്രോ കാര്യക്ഷമമായി ഇത് നടത്തിക്കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കഴിഞ്ഞ 2023 ഈ ബോട്ട് സർവീസ് നിർത്തി. കാരണം ആ സർവീസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യാത്രക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, അപ്പുറത്തേക്ക് പോകുന്ന, ഇപ്പുറത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് സുരക്ഷിതമായി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. ആ ഫോർട്ട് എന്നുള്ള ബോട്ട് നിർത്തിവെക്കാനുള്ള കാരണം എന്ന് പരിശോധിക്കുമ്പോൾ കെടുകാര്യസ്ഥതയാണെന്ന് പറയാൻ കഴിയും. റോറോ സർവീസ് വാട്ടർ മെട്രോയ്ക്ക് കൈമാറുന്നതുവരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് KLCAയുടെ തീരുമാനം. ഫോർട്ട് കൊച്ചി മേഖലാ പ്രസിഡന്റ് KP സേവ്യർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മെൽവിൻ ജോസഫ്, രൂപത ട്രഷറർ ജോബ് പുളിക്കൽ, വൈസ് പ്രസിഡന്റ് ബാബു കാളിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ലിനു തോമസ്, ഭാരവാഹികളായ ബെന്നി ജോസഫ്, ക്രിസ്റ്റി ചക്കാലക്കൽ, റോബർട്ട് കിങ്കരന്തറ, സോണി പവേലിൽ, ജോഷി ജോസഫ്, ജോഷി മുരിക്കുംതറ, സിന്ധു ജസ്റ്റിസ്, റോബർട്ട് ജോസഫ്, ഉഷ ആന്റണി, ഹെൻസൺ പോത്തമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഫോർട്ട് കൊച്ചി സൈഡിലും വൈപ്പിൻ സൈഡിലും പകലന്തിയോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിതം നീക്കുന്ന ഇവർ ഇവിടെ ഒന്ന് മണിക്കൂറുകളോളം കാത്തുകിടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് തീർച്ചയായും ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, മൂന്നാമത് ജങ്കാർ വരുന്നുവെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും അത് നീരണിഞ്ഞിട്ടില്ല. എത്രയും വേഗം അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതിന് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ മുൻകൈയെടുക്കുക. കൃത്യമായ പ്ലാനിങ്ങിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. സമയം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയമാണ് കൊച്ചി കോർപ്പറേഷൻ മണിക്കൂറുകളോളം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഈ തെരുവിൽ കാത്തു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ മാത്രം സംഭവമല്ല. ന്യൂസ് ബ്യൂറോ കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.